സ്കൂൾ, മദ്രസ, പൊതുപരിപാടി എല്ലാ സാഹചര്യത്തിലും അവതരിപ്പിക്കാൻ അനുയോജ്യമായ സ്വാതന്ത്ര്യദിന പ്രസംഗം ആവശ്യത്തിനനുസരിച്ച് ആമുഖമൊന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. ആദരണീയരായ അധ്യാപകരെ, പ്രിയ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനം. 1947 ഓഗസ്റ്റ് 15 ആയിരക്കണക്കിന് വർഷത്തെ അടിമത്തത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് നമ്മുടെ മാതൃഭൂമി വെളിച്ചത്തിലേക്ക് കടന്ന ദിനം. ഇന്ന് നമ്മൾ ഉയർത്തുന്ന ഓരോ പതാകയുടെയും കുങ്കുമം, വെള്ള, പച്ച നിറങ്ങളിലും വീശുന്ന ഓരോ കാറ്റിലും മുൻഗാമികളുടെ രക്തത്തിൻ്റെ മണവും സ്വപ്നങ്ങളുടെ ചൂടുമുണ്ട്. ചരിത്രത്തിൻ്റെ പേജുകൾ തുറക്കുമ്പോൾ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഹിന്ദു, മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ എല്ലാവരും കൈകോർത്തുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ തോക്കുകൾക്ക് മുന്നിൽ അവർ വെറും ചുണ്ടിലെ ചിരിയോടെ നിന്നു. ഗാന്ധിജിയുടെ അഹിംസാ സമരം, ഭഗത് സിംഗിൻ്റെ ധൈര്യം, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഗിവ് മീ ബ്ലഡ്, ഐ വിൽ ഗിവ് യു ഫ്രീഡം, ഓരോ വാക്കിലും ഓരോ ചുവടും ദേശത്തിൻ്റെ ഹൃദയം താളം പിടിച്ചു. മൗലാന അബ്ദുൽ കലാം ആസാദ്, മൗലാന മുഹമ്മദ് അലി ജൗഹർ, ബദറുദ്ദീൻ ത്യാബ്ജി, മുസ്ലിം നേതാക്കളുടെ ത്യാഗം സ്വാതന്ത്ര്യ ചരിത്രത്തിലെ സ്വർണ്ണ പകിട്ടാണ്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയത് വെറും വിദേശ ഭരണത്തിൽ നിന്ന് മോചനം മാത്രമല്ല, അതൊരു ഉത്തരവാദിത്വം കൂടിയാണ്. ഖുർആനിൽ പഠിപ്പിക്കുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യം മനുഷ്യൻ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിക്കുമ്പോഴാണ് എന്നാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ നമ്മുടെ ആത്മാവിനെയും സാത്താനിൽ നിന്നും അജ്ഞതയിൽ നിന്നും മോചിപ്പിക്കേണ്ടതാണ്. പ്രിയ കുട്ടികളെ, ഇന്ന് തോക്കുകൾ പിടിച്ച് പോരാടേണ്ട ദിവസമല്ല, പുസ്തകങ്ങളും ജ്ഞാനവുമാണ് നമ്മുടെ ആയുധങ്ങൾ. ഇന്നത്തെ ഇന്ത്യക്ക് ആവശ്യം സത്യസന്ധരായ, വിദ്യാഭ്യാസമുള്ള, രാജ്യത്തെ സ്നേഹിക്കുന്ന പൗരന്മാരാണ്. മൊബൈലും ഇൻ്റർനെറ്റും നല്ലതിനായി ഉപയോഗിച്ചാൽ വിജ്ഞാനത്തിൻ്റെ വാതിൽ തുറക്കും, മോശമായി ഉപയോഗിച്ചാൽ ഭാവി അടക്കും. സമകാലിക ഇന്ത്യ റോഡുകളും കെട്ടിടങ്ങളും വളരുന്നു, പക്ഷേ മാനവിക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. മതവൈരാഗ്യവും അഴിമതിയും മയക്കുമരുന്നും സാമൂഹിക അനീതിയും ഇവയെല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ ശത്രുക്കളാണ്. യഥാർത്ഥ ദേശസ്നേഹം ദേശത്തെ സ്നേഹിക്കുന്നതിനോടൊപ്പം അതിലെ മനുഷ്യരെ സ്നേഹിക്കുന്നതാണ്. അതിനാൽ ഈ ദിനത്തിൽ നമ്മൾ ഉറപ്പിക്കണം, മുൻഗാമികളുടെ ത്യാഗം വെറുതെയാക്കില്ല, വിദ്യാഭ്യാസത്തിലും നല്ല പ്രവൃത്തിയിലും മുൻപന്തിയിലാക്കും. നീതി, കാരുണ്യം, ഐക്യം ഇവ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കും. ഇനി പ്രസംഗം മദ്രസയിലാണെങ്കിൽ അല്ലാഹുമ്മ ഹഫ്ള് ബിലാദന മിനൽ ഫിതനി വൽ മികൻ വഫിഖ്നാ ലിമാ തുഹിബ്ബു വതർള വജ്അൽ ബിലാദന ആമിനൻ മുത്മഇന്നൻ വസാഇരിൽ ബിലാദിൽ മുസ്ലിമീൻ ആമീൻ എന്ന് ചേർക്കാം. ഇനി എല്ലായിടത്തും ചേർക്കാൻ പറ്റിയതാണ് വന്ദേ മാതരം, ജയ് ഹിന്ദ്.